അവോഗാഡ്രോ നമ്പർ ആൻഡ് മോൾ കൺസെപ്റ്റ് അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്, അതുപോലെ തന്നെ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇവയുടെയൊക്കെ സ്റ്റഡീസിന് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് അവോഗാഡ്രോ നമ്പർ. ഏതുപോലെ എന്നാൽ നമ്മൾ ഒരു പെയർ എന്ന് പറയാറുണ്ട്. ഒരു പെയർ രണ്ടെണ്ണമാണ്. നമുക്കറിയാം ഏതൊരു വസ്തുവും ഒരു പെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഭാരവും വലിപ്പവും നോക്കണ്ട, 2 എണ്ണമാണ് അവിടെ പറയുന്നത്. 12 ഡസൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. ഇപ്പം ഇവിടെ 12 എണ്ണം വീതം ഡിഫറെൻറ്റ് സീഡ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പം സീഡിൻ്റെ സൈസ് ചെറുതാകുന്നതനുസരിച്ച് പാത്രത്തിൻ്റെ സൈസും ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ സീഡാകുമ്പോൾ 12 എണ്ണത്തിന് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. കുറച്ചുകൂടെ ചെറിയ മീഡിയം സൈസ്ഡ് സീഡ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി 12 എണ്ണം ഉണ്ടെങ്കിലും ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ സ്മോളർ സീഡ് എടുത്തപ്പോഴത്തേക്ക് 12 എണ്ണത്തിന് വീണ്ടും അളവ് കുറവാണ്. അപ്പോൾ ഇത് മാസ്സായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ പല രീതിയിലായിരിക്കും വരുന്നത്. ഒരു പക്ഷേ ഇതൊരു 20 ഗ്രാം ഉണ്ടെന്ന് വയ്ക്കുക. അപ്രോക്സിമേറ്റായിട്ട് ഇതൊരു 20 ഗ്രാം ഉണ്ടെന്ന് വയ്ക്കുക. ഇത് അതിൻ്റെ പകുതി 10 ഗ്രാം എന്ന് വിചാരിക്കുക. ഇത് ശരിക്കും തീരെ ചെറിയ സീഡായതുകൊണ്ട് ഒരു 1 ഗ്രാം പോലും കാണത്തില്ല. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസണിൽ നമ്മൾ നോക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം അതുപോലെയുള്ള ആറ്റംസോ മോളിക്യൂൾസോ ഇതുപോലെ 12 എണ്ണത്തിന് വെച്ചാൽ നമുക്ക് ഗ്രാമിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയില്ല അതിൻ്റെ വെയിറ്റ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ നമുക്കൊരു നമ്പർ സിസ്റ്റം വേണം. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ആറ്റംസിനെയും മോളിക്യൂൾസിനെയും എല്ലാം കൗണ്ടബിളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡ്ലിങ് എളുപ്പമാകുന്ന തരത്തിലുള്ള ഒരു നമ്പറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവോഗാഡ്രോ നമ്പർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ പെയർ 2 ഡസൻ 12 ആണ് എങ്കിൽ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.023 ഇൻറ്റു 10⁻23. 10⁻23 നിങ്ങൾക്ക് അറിയാം. 10⁻1 എന്ന് പറയുന്നത് 10, 10⁻200, 10⁻3000 അങ്ങനെ 1 containing 23 zeros. Such a huge number is 10⁻23. അത്രയും വലിയൊരു നമ്പർ കൊണ്ട് 6.023 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു വലിയ നമ്പറാണ് അവോഗാഡ്രോ നമ്പർ. എന്തിനാണ് ഈ ഒരു നമ്പർ എടുക്കുന്നത്? അത്രയും ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ മോളിക്യൂൾസിനെ കൊണ്ടുവരാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, ഹൈഡ്രജൻ ആറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇത് ഞാനൊരു എക്സാമ്പിളായിട്ടാണെങ്കിൽ ഇപ്പം അവോഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എടുത്തു വെച്ചാൽ ഇത് ഏകദേശം ഈ സീഡിൻ്റെ വെയിറ്റ് 1 ഗ്രാം ആണെങ്കിൽ, ഈ സീഡിൻ്റെ വെയിറ്റ് 1 ഗ്രാം ആണെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റമാണ് കൂട്ടി വെച്ചിട്ടുള്ളതെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു അവോഗാഡ്രോ നമ്പർ ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും. അപ്പം ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്ന എമൗണ്ട്, ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റം ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സീഡ്സിൽ അവോഗാഡ്രോ നമ്പർ എടുത്താൽ നമുക്കിവിടെ ഒന്നും വയ്ക്കാനൊക്കത്തില്ല. ഒരു മുറി വലുപ്പത്തിൽ തന്നെ കാണുമായിരിക്കും. ഇതാകുമ്പം കുറച്ചുകൂടെ കുറവായിരിക്കും അവോഗാഡ്രോ നമ്പർ. ഇതിൻ്റെ അത്രയും വരില്ലെന്നേ ഉള്ളൂ, ഇത് കുറേ കൂടെ കുറവായിരിക്കും. പക്ഷേ ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം 1 ഗ്രാമേ വരും. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ 1 ഗ്രാം വരും, ഹൈഡ്രജൻ മോളിക്യൂൾ ആണെങ്കിൽ അത് 2 ഗ്രാംസ് വരും. ഇതാണ് അവോഗാഡ്രോ നമ്പറും മോൾ കോൺസെപ്റ്റും. ഈ മോൾ കോൺസെപ്റ്റാണ് നമുക്ക് കോൺസെൻട്രേഷൻ, മൊളാലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. താങ്ക് യു.